തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു നേണ്ട കാര്യം വെച്ചിട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട് ഹാറ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഉള്ള കമന്റ് വഴിയെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാം. ഓക്കെ, അല്ലാണ്ട് ബാക്കിയുള്ളാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. കിച്ചു മനസ്സിലായ, ഒരർത്ഥം ഇല്ല. എൻ്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് ഒരമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഉണ്ടല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് എനിക്ക് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല. എന്റെ 2ാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാ. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. രേണു സുധി നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ക്യാൻസർ ബാധിച്ച് ഇപ്പോൾ ചികിത്സയിലാണ്. കീമോ 1ാമത്തേത് കഴിഞ്ഞു, അതിൻ്റെ ഒരു ഇടവേളയിലാണ്. പല വീഡിയോകൾ അവരുടെ വീട്ടിൽ നിന്ന് ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. ഏതായാലും അവരുടെ ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും മലയാളികൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. തീർച്ചയായിട്ടും അവർ പെട്ടെന്ന് തന്നെ തിരിച്ചു വരികയും അതുപോലെ തന്നെ പണ്ടത്തെ റീൽസ് ഷൂട്ടിങ്ങും അതുപോലെ മറ്റു കാര്യങ്ങളും എല്ലാമായിട്ട് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ തന്നെയാണ് നമ്മൾ എല്ലാവരും. 90% അല്ലെങ്കിൽ 100% മലയാളികളും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നവരാണ്. അതുപോലെ തന്നെ കഴിവിൻ്റെ പരമാവധി എല്ലാവരും അവരെ സഹായിക്കുകയും എല്ലാം ചെയ്യണം. പക്ഷേ അവർ ചെയ്ത തെറ്റുകളൊന്നും അവർക്കൊരു അസുഖം വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്യാൻസർ വന്നതുകൊണ്ടോ ഇല്ലാതാവുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം രേണുസുധിയുടെ പോറ്റുമകനായ നമ്മുടെ കിച്ചു ആ രേണുസുധിയെ കൊണ്ട് ഒരുപാട് ഈ സമൂഹത്തിൽ നിന്ന് അനുഭവിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യം, ഇത്രയും അസുഖബാധിതമായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഈ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അസുഖമാണ്. അങ്ങനെ വന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും രേണുസുധിയെ പോയിട്ട് കാണണം, കിച്ചു അവരുടെ അടുത്ത് പോയി നിൽക്കണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ആ ഒരു സമയത്ത് കിച്ചു അനുഭവിച്ച മാനസിക വിഷമങ്ങളും അവസ്ഥകളും നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ പോലും പറ്റില്ല. കാരണം രേണുസുധി അത്രമാത്രം കാട്ടിക്കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പൊതുനിരത്ത് കൂടി നടക്കുന്ന സമയത്ത് പോലും ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് പരിഹാസങ്ങൾക്കും കഥാപാത്രമായ ഒരു മനുഷ്യനാണ് ഈ കിച്ചു എന്ന് പറയുന്നത്. കാരണം അവനൊരു പ്രായപൂർത്തിയായ ആളാണ്. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ പ്ലാറ്റ്ഫോമുകളും ഉപയോഗിക്കുന്ന അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി കൂടെയാണ്. അതുകൊണ്ട് ഈ രേണുസുധി കാട്ടിക്കൂട്ടുന്ന ലൈവ് ക്രോപ്പായങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഈ ഒരു സമയത്താണ് രേണുസുധി, ഞാൻ വളർത്തി വലുതാക്കിയ എൻ്റെ മകൻ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ല എന്ന് അവരുടെ വീഡിയോയിൽ അവർ ഈ അസുഖമായിട്ട് കിടക്കുന്ന സമയത്ത് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. അതിന് മറുപടിയായിട്ട് കിച്ചു ഒരു വീഡിയോ ഇട്ടിരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ, പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഏതായാലും വിഷമമുള്ളവരുടെയും സങ്കടമുള്ളവരുടെയും സങ്കടവും വിഷമമൊക്കെ ഒന്നുകൊണ്ട് മാറട്ടെ, ഞാൻ ഏതായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് രേണുസുധിയെ കാണാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അധികമായിട്ട് അതിലൊന്നും തന്നെ കിച്ചു സംസാരിച്ചിട്ടില്ല എങ്കിലും മലയാളികളുടെ വെറുപ്പ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ കഥാപാത്രമായി എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരുപാട് ഹേറ്റേഴ്സിനെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് കിച്ചുവിന് ആ വീഡിയോ വന്നു. കാരണം നമുക്ക് വരെ തോന്നി അങ്ങനത്തെ ഒരു വീഡിയോ ഒരു അനവസരത്തിലാണ് കൊണ്ട് പോസ്റ്റ് ചെയ്തത് എന്നും ആ വീഡിയോൻ്റെ ഒരു ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ ആ മകൻ അനുഭവിച്ച മാനസിക വേദന അല്ലെങ്കിൽ അനുഭവിച്ച ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഒരു റിയാക്ഷൻ വീഡിയോക്കാരൻ ചെയ്ത റിയാക്റ്റീവ് വീഡിയോയിൽ പറയുന്നുണ്ട്, ഒരമ്മയുടെ വേദന എന്ത് എന്ന് നിനക്കറിയില്ല, നിനക്കതറിയുമായിരുന്നെങ്കിൽ നീ എൻ്റെ പോറ്റമ്മയാണെങ്കിലും ഒന്ന് പോയി കാണുക വരെങ്കിൽ നീ ചെയ്യണമെന്ന് പറഞ്ഞ ഒരു റിയാക്ഷൻ വീഡിയോ ഈ കിച്ചു കാണുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിലുണ്ടായ വേദന തീർച്ചയായിട്ടും അവൻ നമ്മോട്, പ്രേക്ഷകരോട്, ഈ കൊല്ലം സുധിയുടെ മകനാണ്, അവരെ സ്നേഹിക്കുന്ന എല്ലാവരോടും എന്താണ് യാഥാർത്ഥ്യം, എന്തുകൊണ്ട് ഞാൻ പോയില്ല, എന്തുകൊണ്ടാണ് ഞാൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് വീഡിയോ സഹിതം ഇപ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് കിച്ചു പറയുകയാണ്. നമുക്ക് കിച്ചുവിൻ്റെ ആ റെസ്പോൺസ് നമുക്കൊന്ന് കാണാം. എനിക്കെതിരെ ഒരു വീഡിയോ എന്തായാലും പോവാൻ തീരുമാനിച്ചു, വിഷമമുള്ളവരുടെ വിഷമം. ഹലോ ഗൈസ്, അങ്ങനെ വിഷമമുള്ള കാര്യമാണ്, നമ്മളെ സങ്കടമുണ്ട്, വിഷമമുണ്ട്. അപ്പം അങ്ങനെ കിച്ചു അങ്ങനെ പോവാൻ തീരുമാനിച്ചിട്ടുണ്ട്. നാട്ടുകാർ പറഞ്ഞ് കമന്റ് വഴിയിൽ പറഞ്ഞ് അങ്ങനെ കിച്ചു അങ്ങനെ ഒടുവിൽ പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ള ആളെല്ലാം വിഷമം മാറട്ടെ. എൻ്റെ കിച്ചു നേണ്ട കാര്യം വെച്ചിട്ടെ, എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാം. ഓക്കെ, അല്ലാണ്ട്
ഹാറ്റേഴ്സ് എല്ലാം പറഞ്ഞ് ഉള്ള കമന്റുകളെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ട് പോകേണ്ട ആവശ്യമില്ല. എനിക്ക് മനസ്സിലൊരു ഇത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ എനിക്ക് കാണാൻ പോവാ. ഓക്കെ, അല്ലാണ്ട് വാക്കില്ലാക്ക് പോയിട്ട് കാണാൻ പോയിട്ട് അതിനൊരു അർത്ഥമില്ല. വെച്ചു മനസ്സിലായ, ഒരർത്ഥം ഇല്ല. എന്റെ സ്വന്തം അമ്മയില്ലെങ്കിൽ എന്നെ എടുത്ത് നോക്കിയൊരമ്മയെന്നത്, അമ്മേന്റെ വില എനിക്ക് എന്തെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ ഉണ്ടല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല. കിച്ചു അത് ഇന്നെ കൊറേ ചീത്ത പറഞ്ഞിട്ടുണ്ട്. വേറ്റേഴ്സിന് മുമ്പിൽ പറയാൻ ഇട്ടുകൊടുത്ത് കുറേ ആൾക്കാരുണ്ടോ, കുറേ ഉറങ്ങ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പറയുന്ന അമ്മയുടെ വില എനിക്ക് കിട്ടിയിട്ടില്ല ബ്രോ. എന്റെ രണ്ടാമത്തെ വയസ്സിൽ എന്റെ സ്വന്തം അമ്മ എന്നെ ഇട്ടിട്ട് പോയതാ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ലൈഫ് സ്റ്റോറിയിൽ കുറെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഉള്ള അമ്മ സാമി ഞാൻ കാണിച്ചു തരാട്ട. ഇതൊക്കെ നിങ്ങൾ പറയുന്ന എടുത്തു വളർത്തിയ മോൻ കണ്ട സാധനങ്ങളാണിത്, മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് മെസ്സേജ് ഇട്ടു. ഇത് കണ്ടു കഴിഞ്ഞാൽ ഋതപ്പന്റെ അവസ്ഥ എന്തായിരിക്കും? ഋതപ്പന്റെ കൂടെ പഠിക്കുന്നവരാണേലും, ഇപ്പം മിക്ക പിള്ളേരാണേലും പോലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ. അപ്പം അതുവരെ കാണുന്നതായിരിക്കും. അപ്പം അവൻ എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള കാര്യം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു. അപ്പം അമ്മ എനിക്ക് തന്ന റിപ്ലൈ, ഞാൻ ചെയ്തതിൽ എനിക്ക് മോശമായിട്ടൊന്നും തോന്നിയില്ല, എനിക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഞാനൊന്നും തിരിച്ച് റിപ്ലൈ എടുക്കാൻ പോയില്ല. ഞാൻ അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്തു ആ ചാപ്റ്റർ, മനസ്സിലായി. അപ്പം ബ്രോ പറഞ്ഞ പോലെ എനിക്കൊരു അമ്മയുടെ വില എന്താണെന്ന് മനസ്സിലായിട്ടില്ല. പക്ഷെ സ്നേഹത്തിന്റെ വില എനിക്കറിയാം. എനിക്കത് പറയണമെന്ന് തോന്നി. വീഡിയോ കണ്ടപ്പോൾ എനിക്കതൊന്നും തോന്നിയിട്ട് തോന്നിയേട്ടാ. പിന്നെ ഞാൻ കോട്ടയത്ത് പോയി ഞാൻ ഋതപ്പനെ കണ്ടു. ഋതപ്പനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവനെ ഹാപ്പി ആക്കി ഞാൻ തിരിച്ചു വന്നു. അമ്മേനെ കാണാൻ പറ്റിയില്ല. അമ്മേനെ കാണാൻ ഇപ്പൊ പറ്റില്ല, ആശുപത്രി എന്നുള്ള രീതി പറഞ്ഞു. ആശുപത്രി പോയാലും കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എന്തായാലും അമ്മയുടെ അസുഖം എന്തായാലും മാറട്ടെ, പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടും പറ്റത്തുള്ളൂ, നിങ്ങളെ കൊണ്ടും പറ്റത്തുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തായാലും മാറട്ടെ. എൻ്റെ ഒരു വേദന ആ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അമ്മയുടെ വേദന എനിക്കറിയില്ല. കാരണം ഞാൻ ജനിച്ചപ്പോൾ തന്നെ എൻ്റെ അമ്മ എന്നെ ഇട്ടേച്ചു പോയി എന്ന് പറയുകയാണ്. അതിനുശേഷം ഈ പോറ്റമ്മയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട്. വളരെ സങ്കടം തോന്നിയ ഒരു നിമിഷമാണ്. നമ്മളെല്ലാവരും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഒരു സാമൂഹ്യ ജീവിയാണ്. നമുക്കിഷ്ടപോലെ ഉള്ള പോലെയൊക്കെ നമുക്ക് ജീവിക്കാം. പക്ഷേ അത് ഒരു പരിധിക്കപ്പുറം പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് രേണുസുതി. രേണുസുതി അഭിനയിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ആക്ടിങ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അതിനൊന്നും കിച്ചു യാതൊരു മോശപ്പെട്ട വർത്തമാനം എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ലൈവ് വീഡിയോ പരിപാടി തുടങ്ങിയതിന് ശേഷം, ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയതിന് ശേഷമാണ് ചില വൃത്തികേടുകൾ തീർച്ചയായിട്ടും അവരുടെ കമ്പനിക്കാരും സുഹൃത്തുക്കളും എല്ലാം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കുന്നുണ്ടാവാം. അത് കാണുമ്പോൾ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിട്ട് ഉറങ്ങാൻ പോലും പറ്റാത്ത ചില രാത്രികൾ ആ കിച്ചുവിൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി. മാനസികമായ സമ്മർദ്ദം ആ കുട്ടിക്ക് താങ്ങാൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്കൊക്കെ ഇന്നത്തെ പ്രായത്തിൽ സ്വന്തം അമ്മയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ പറയുകയാണ് അടിച്ച് കൊന്നേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഒരു പോറ്റമ്മ ആയതുകൊണ്ട് മാത്രമാണ് ആ കിച്ചു അതൊക്കെ സഹിച്ചത് എന്ന് നിങ്ങൾക്ക് ആ കിച്ചു എന്ന് പറയുന്ന മകൻ സ്വന്തം അമ്മയ്ക്ക് എഴുതി അയച്ച ഒരു മെസ്സേജ്, ഈ ഒരു അവസ്ഥ ലോകത്തിൽ ഒരു കുട്ടിക്കും വരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മുടെ അമ്മമാരൊക്കെ നമുക്കറിയാം, ഒരു സാരി എടുത്ത് പോയാൽ തന്നെ നമുക്ക് ടെൻഷനാണ്. വയറിൻ്റെ സൈഡ് കാണുമോ പുറം കാണുമോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും. അത്തരത്തിൽപ്പെട്ട ഒരു കാലത്തൂടെയാണ് നമ്മൾ ഇന്ന് ജീവിച്ചു പോകുന്നത്. കാരണം അവൻ്റെ അമ്മ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ലൈവായിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് അവൻ്റെ ഫ്രണ്ട്സുകളുടെ കൂടെ അവൻ ഇറങ്ങി നടക്കാൻ വേണ്ടി സാധിക്കുക? അവൻ്റെ അമ്മയ്ക്ക് അയച്ച മെസ്സേജ് ഞാൻ സൈഡിൽ കൊടുക്കുകയും അതുപോലെ തന്നെ ഞാൻ ഇത് വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യാം. വളരെ സങ്കടം തോന്നിയ ഒരു മെസ്സേജാണ്. ഹായ്, ഞാനൊരു കാര്യം പറയാനാണ് മെസ്സേജ് ഇട്ടത്. ഞാൻ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ആ മകൻ പറയുകയാണ്, ഇന്നലത്തെ അമ്മയുടെ ഒരു ലൈവ് സ്ട്രീം കണ്ടിട്ട് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. ഒരു വീഡിയോ കണ്ടിട്ട് ഉറങ്ങാൻ പോലും പറ്റിയില്ല. ബിഗ് ബോസ് പോലെയുള്ള വലിയ TV ഷോയിൽ ഇറങ്ങിയ ഒരു ആൾ ഇങ്ങനെയൊക്കെ ആണോ കാണിക്കേണ്ടേ? എത്ര ഷോസും പ്രൊമോഷൻസും ഒക്കെ കിട്ടുന്നുണ്ട് ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചൂടെ? ഫെയിമായിട്ട് നിൽക്കുവല്ലേ? ഇങ്ങനെയൊക്കെ കാണിക്കണോ? നിങ്ങൾ നോക്കണം, ഒരു മകൻ അമ്മയ്ക്ക് അയക്കുന്ന മെസ്സേജാണ്. ബിഗ് ബോസ് പോലുള്ള വലിയൊരു പരിപാടിയിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട്
പ്രൊമോഷൻസ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഉദ്ഘാടനങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിച്ചാൽ പോരെ? ഇത്തരത്തിൽപ്പെട്ട തോന്നിവാസങ്ങൾ കാണിക്കണോ എന്നൊരു അമ്മയ്ക്ക് ഒരു മകൻ, പോറ്റുമകനാണെങ്കിലും അവൻ മകനാണ്, അവൻ മെസ്സേജ് അയക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, എത്രമാത്രം സങ്കടം ആ മകൻ്റെ മനസ്സിലുണ്ടാവും. ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. ഒരു കുട്ടിക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. പിന്നെ പറയാണ്, ഋതപ്പനെ ഓർത്തെങ്കിലും ഇതൊക്കെ നിർത്തൂ, അല്ലാതെ ഇങ്ങനെയൊക്കെ ജീവിക്കാം. ഫെയിം ഉള്ളതല്ലേ, ഇങ്ങനെയൊക്കെ കാണിക്കാതിരിക്ക്. അത്രയ്ക്കും വിഷമം വന്നിട്ട് പറയുന്നതാ. ഇതുവരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് കൈകൂപ്പിയിട്ട് പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജാണ് ആദ്യമായിട്ട് കിച്ചു അയച്ചത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഒരു മെസ്സേജ് കൂടി കിച്ചു അതിൻ്റെ താഴെ അയച്ചു. അതിലും സങ്കടമാണ്. ഋതപ്പനെ ഇതൊക്കെ എഫക്റ്റ് ചെയ്യില്ലേ? അവനും ഫോൺ ഒക്കെ ഉപയോഗിക്കുന്നതല്ലേ? അവൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെ എടുക്കും? ഒന്ന് മനസ്സിലാക്കി എന്ന് പറയുകയാണ്. കാരണം ഈ ഋതപ്പനെ വെച്ച് മാത്രമേ കിച്ചുവിന് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം കിച്ചുവിന് രേണുസുതി എന്ന് പറയുന്നത് ഒരു വളർത്തമ്മയാണ്, രണ്ടാം അമ്മയാണ്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയാണ്, ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഇറങ്ങി നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഒരിക്കലും കിച്ചുവിന് പറയാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ പറഞ്ഞാൽ തന്നെ കേൾക്കുന്ന ഒരാളുമല്ല രേണുസുതി. നിനക്ക് നിൻ്റെ വഴി എന്ന് എന്തായാലും രേണുസുതി പറയും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഋതപ്പനെ കൂട്ടുപിടിച്ചുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ ചോദിക്കുകയാണ് കിച്ചു രേണുസുതിയോട്. അമ്മ ഇതെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്നെ വിട്ടേക്ക്, ഋതപ്പൻ്റെ കാര്യമൊന്ന് മനസ്സിലാക്കുക. അവൻ വലുതായി അവൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ നടക്കുമ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവനെ എഫക്റ്റ് ചെയ്യില്ലേ എന്ന് രേണുസുതിയോട് നിങ്ങളോട് മനസ്സിലാക്കണം. 10-20 വയസ്സുള്ള കിച്ചു 40 വയസ്സുള്ള രേണുസുതിക്ക് അയക്കുന്ന മെസ്സേജാണ്. എത്രമാത്രം സങ്കടകരമായ ഒരു അവസ്ഥയാണ്. ഒരു മകൻ അമ്മയോട് ഇതൊക്കെ ചോദിച്ച് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു ഗതികേട് എന്ന് പറഞ്ഞാൽ വളരെ സങ്കടം തന്നെയാണ്. ഈ ഒരു കാര്യത്തിൽ 100% ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചാപ്റ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്തത് എന്ന് പറയുകയാണ്. ഇതിന് മറുപടി രേണുസുതി പറഞ്ഞത്, എൻ്റെ ലിപ്പിന് പ്രശ്നമുണ്ടായത് കാര്യം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറഞ്ഞതാണ് എന്നും എനിക്ക് ഇതിൽ നിന്ന് 2.5 ലക്ഷം രൂപ വരുമാനം കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പൈസ കിട്ടിയാൽ ഞാൻ എന്തും ചെയ്യും. അതിനുള്ള ഒരു ചുരുക്ക മറുപടിയാണ് രേണുസുതി ഈ കിച്ചുവിന് കൊടുത്തത്. വളരെ സങ്കടമാണ്. കാരണം ഒരു മകന് ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അവഗണന, പരിഹാസം, അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങളും അനുഭവിച്ച് മതിയായതിനു ശേഷമാണ് കിച്ചു എന്ന് പറയുന്ന മകൻ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് നമ്മുടെ മലയാളി പ്രേക്ഷകരോട് തുറന്നു പറയാൻ വേണ്ടിയിട്ട് അവൻ്റെ വീഡിയോ ചാനൽ കൂടി അവൻ വന്ന് പറഞ്ഞ മറുപടികളാണ് നമ്മൾ കേട്ടത്. ഈ ഒരു കാര്യത്തിൽ 100% ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ കിച്ചുവിനോടൊപ്പം തന്നെയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ആ വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ആ ഒരു അർത്ഥം മനസ്സിലാക്കി പെരുമാറാത്ത ഒരു സ്ത്രീയും ആ അമ്മ എന്ന് പറയുന്ന സ്ഥാനത്തിന് അർഹത അർഹിക്കുന്നതേയില്ല. സ്വന്തം മകനോടും പോറ്റുമകനാണെങ്കിലും കുടുംബത്തോടും ഈ സമൂഹത്തോടും ഇവിടെ ജീവിക്കുന്ന എല്ലാവരോടും ഒരു ബാധ്യത, ഒരു പ്രതിബദ്ധത തീർച്ചയായിട്ടും ഏതൊരു സ്ത്രീക്കും ഉണ്ടാവണം. അതുള്ള സ്ത്രീക്ക് മാത്രമേ നല്ല ഒരു അമ്മയാവാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കുന്ന സ്ത്രീകളെ തീർച്ചയായിട്ടും നമുക്ക് നിലക്ക് നിർത്താൻ വേണ്ടി നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിൽപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ടാകും. ആ കുട്ടികൾക്ക് ഇനി ഭാവിയിലേക്ക് ഇനിയും പരിഹാസങ്ങളും അതുപോലെ തന്നെ ചില ആൾക്കാരുടെ മക്കാറുകളും എല്ലാം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരികയും ചെയ്യും. അത് രേണുസുതി മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനിയെങ്കിലും ഈ വീഡിയോ വന്നതിന് ശേഷം ഇനി അങ്ങനെയൊന്നും ഞാൻ ജീവിക്കില്ല എന്നുള്ളൊരു കാര്യം മകനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുപോയി രമ്യതയിൽ ആ ഋതപ്പനും അതുപോലെ തന്നെ കിച്ചും രേണുസുതിയും നല്ലൊരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കണം. ഇനിയെങ്കിലും അത് തിരിച്ചറിയാനുള്ളൊരു മനസ്സ് ദൈവം നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കലും ഞാൻ വേറൊരു തരത്തിൽ അവരെ കുറ്റപ്പെടുത്തുകയല്ല. അസുഖമാണ്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അത് മാറണം, ഇനിയും തിരിച്ചു വരണം, ഇനിയും അഭിനയിക്കാനും അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ രേണുസുതിക്ക് സാധിക്കട്ടെ. പക്ഷേ വൃത്തികെട്ട ഈ ലൈവ് അടക്കമുള്ള സബ്സ്ക്രിപ്ഷൻ പരിപാടികളെല്ലാം നിർത്തി നല്ല രീതിക്ക് കിച്ചു പറഞ്ഞതുപോലെ പ്രൊമോഷൻ വർക്കുകളും അതുപോലെ തന്നെ ഇനാഗ്രേഷനും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് ജീവിക്കാൻ രേണുസുതിക്ക് തോന്നട്ടെ എന്ന് കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതായാലും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം, ബൈ.